ഇന്ന് 2025 നവംബർ 14 പുറത്തു വന്ന ബീഹാർ അസംബ്ലി തെരഞ്ഞെടുപ്പ് ഫലം ഇന്ത്യയുടെ ജനാധിപത്യത്തിൻ്റെയും അതിൻ്റെ അടിസ്ഥാനമായിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളുടെയും ഭാവിയെ സംബന്ധിച്ച വളരെ ഗുരുതരമായ ചില ചോദ്യങ്ങളാണ് ഉയർത്തുന്നത്. സാധാരണ നമ്മുടെ സംസ്ഥാന നിയമസഭകളിലേക്കും അല്ലെങ്കിൽ പാർലമെൻറ്റിലെ ലോക്സഭയിലേക്കും, പാർലമെൻറ്റിൻ്റെ ഒരു സഭയായ ലോക്സഭയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ നമ്മൾ ക്ലീൻ സ്വീപ്പ് കാണാറുണ്ട്. ആ ക്ലീൻ സ്വീപ്പ് സംഭവിച്ച സന്ദർഭങ്ങൾ പരിശോധിച്ചാൽ ചില പ്രത്യേക സാഹചര്യങ്ങളിലാണ്. ഉദാഹരണത്തിന് 1984 ശ്രീമതി ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടപ്പോൾ അതൊരു വലിയ വൈകാരിക വിഷയമായി മാറി ഇന്ത്യക്കാർ ഒന്നടങ്കം കോൺഗ്രസിന് വോട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഘട്ടം കഴിഞ്ഞതിന് ശേഷമായിരുന്നു. പക്ഷെ ആ മരണത്തിന് ശേഷമുള്ള ഘട്ടത്തിൽ കോൺഗ്രസിന് വലിയ മുൻകൈ കിട്ടുന്ന സാഹചര്യം ഉണ്ടായി. അടിയന്തരാവസ്ഥയെ തുടർന്നുള്ള തെരഞ്ഞെടുപ്പ്, അങ്ങനെ അത് വടക്കേ ഇന്ത്യയിൽ പ്രത്യേകിച്ചിട്ടും ഒരു ക്ലീൻ സ്വീപ്പിൻ്റെ സാഹചര്യം സൃഷ്ടിച്ചു. അങ്ങനെ വളരെ വിസിബിളായ ചില സാഹചര്യങ്ങളിലാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിനകത്ത് ക്ലീൻ സ്വീപ്പുകൾ ഉണ്ടായിരുന്നത്. പക്ഷെ ഇന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ യാദൃശ്ചികമായി ഇന്ന് ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനം കൂടിയാണ്. നമ്മൾ ഇന്ത്യൻ ജനാധിപത്യത്തിനെ ശക്തിപ്പെടുത്തുന്നതിൽ വലിയ പങ്കുവഹിച്ച ഒരു മനുഷ്യനാണ് അദ്ദേഹം. വിമോചന സമരം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലുള്ള നിലപാടൊക്കെ ഒരു ഭാഗത്തിരിക്കുന്നെങ്കിലും നമ്മൾ എസ് എ ഹോൾ ഒരു പാർട്ടി എന്നുള്ള നിലയിൽ പറയുമ്പോൾ ആ കോൺട്രിബ്യൂഷനെ മാനിക്കുന്ന ഒരു പാർട്ടിയാണ് CPI, ഞങ്ങളെല്ലാവരും തന്നെ. പക്ഷേ ഇന്ന് നമ്മൾ ബീഹാർ ഇലക്ഷൻ്റെ കാര്യം പരിശോധിക്കുമ്പോൾ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു ചിത്രം, തെരഞ്ഞെടുപ്പ് ചിത്രം, ഞാനിപ്പോൾ സംസാരിക്കുന്ന ഈ മണിക്കൂറിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വ്യക്തമായിരിക്കുന്ന ഈ ചിത്രം എന്ന് പറയുന്നത് ഇനി ഒരു ചെറിയ ഭാഗം മാത്രമേ ബാക്കിയുള്ളൂ. ഇന്ത്യയിൽ ഒരാളും പ്രതീക്ഷിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകന്മാർ, മാധ്യമപ്രവർത്തകർ, ഈവൻ വലതുപക്ഷ ലിബറലുകൾ, അവർ പോലും പ്രതീക്ഷിക്കാത്തൊരു ഫലം ഉണ്ടായി. അവിടെ ക്യാമ്പയിന് പോയ ഒരാളാണ് ഞാൻ. അതുപോലെ ധാരാളം നേതാക്കന്മാർ പോയി. NDAയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാർക്ക് പോലും ഈ റിസൾട്ടാകും വരിക എന്ന ഒരു സൂചന പോലും ഉണ്ടായിരുന്നില്ല. നമ്മുടെ ധാരാളം എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തേക്ക് വന്നു. ഒരു എക്സിറ്റ് പോൾ ഫലം പോലും ഭൂരിപക്ഷവും 2 മറ്റുമാണ് മഹാസഖ്യത്തിന് ഒരു ചെറിയ എഡ്ജ് പ്രഖ്യാപിച്ചിരുന്നത്. ഒരു എക്സിറ്റ് പോൾ ഫലവും ഈ ഒരു സാഹചര്യത്തെ പ്രവചിച്ചിരുന്നില്ല. എങ്ങനെയാണ് ഇത്ര അസാധാരണമായ ഒരു കാര്യം, പ്രത്യേകിച്ച് ഒരു തരംഗമൊന്നുമില്ലാതെ ഒരു സ്വീപ്പുകളുടെ സ്വീപ്പ് എന്ന് പറയാവുന്ന ഒന്ന് ബീഹാർ പോലൊരു സംസ്ഥാനത്ത് സംഭവിക്കുന്നത് എന്നതാണ് ഏറ്റവും ഗൗരവപ്പെട്ട ചോദ്യം. അപ്പോൾ ആ ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മൾ പറയാൻ ശ്രമിക്കുമ്പോഴാണ് ഒരു ശരിയായ തെരഞ്ഞെടുപ്പ് ഫലമാവുക. ഞാൻ ഇടയ്ക്ക് ഒരു കാര്യം പറയട്ടെ. പല സുഹൃത്തുക്കളും ഒക്കെ CPIയുടെ, ഞാൻ പ്രതിനിധീകരിക്കുന്ന പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് പ്രകടനത്തെക്കുറിച്ച് ഇടയ്ക്ക് ചോദിക്കാറുണ്ട്. ഞാനത് ആദ്യമേ പറഞ്ഞു വെക്കാം. 9 സീറ്റിൽ മത്സരിച്ചു. ആ 9 സീറ്റിൽ മത്സരിച്ചപ്പോൾ അതിനകത്ത് കോൺഗ്രസ് തന്നെ 4 സീറ്റിൽ എതിരായി മത്സരിക്കുന്ന സ്ഥിതി ഉണ്ടായി. ബഹുസരായിലെ സിറ്റിംഗ് സീറ്റ് ഒരെണ്ണം നമുക്ക് നഷ്ടപ്പെടുന്നത് കോൺഗ്രസ് പാർട്ടി, പ്രത്യേകിച്ച് കനയ്യ ഉള്ള ജില്ലയാണ്. ആ ഒരു സാധാരണ ND കമ്മ്യൂണിസ്റ്റുകളെക്കാൾ വലിയ വൈരാഗ്യം ഉണ്ടാവുക പാർട്ടിയോട് എക്സ് കമ്മ്യൂണിസ്റ്റുകൾക്കാണ് എന്ന ഒരു കാര്യമുണ്ടല്ലോ. ആ ഫാക്ടർ ഉൾപ്പെടെ വർക്ക് ചെയ്തിട്ടാണ് ബഹുസരായിൽ നമ്മൾ ജയിക്കുമായിരുന്ന ഒരു സീറ്റ്, പ്രത്യേകിച്ച് CPIക്ക് ഇടതു പാർട്ടികളിൽ തന്നെ കുറെ കൂടി ചാലഞ്ച് വരേണ്ട സാഹചര്യം വന്നു. അങ്ങനെയാണ് നമുക്ക് സാധ്യത നല്ലതുപോലെ കൽപ്പിച്ച ഒരു സീറ്റും, പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ സഖ്യത്തിൻ്റെ ഭാഗമായിരുന്നിട്ട് പോലും ND ക്യാമ്പയിൻ്റെ ഫലമായിട്ട് നഷ്ടപ്പെടുന്ന സ്ഥിതി ഉണ്ടായത്. ആ കാര്യത്തിലുള്ള ഒരു പ്രയാസം നമുക്കുണ്ടെങ്കിലും നമുക്കതിനെ അതിജീവിക്കാൻ സാധിക്കുമെന്ന് ഉറച്ച പ്രതീക്ഷയാണ് എനിക്ക് ഇപ്പോഴും പങ്കുവെക്കാനുള്ളത്. ഇനി നമ്മൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാവിയുടെയോ അല്ലെങ്കിൽ ഫലത്തിൻ്റെയോ തെരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ മാത്രം അല്ല ഞാൻ പറയുന്നത്. മൊത്തം നമ്മൾ ബീഹാറിനെ കുറിച്ച് നോക്കുമ്പോൾ ഏറ്റവും ഗൗരവപ്പെട്ട കാര്യം എന്തുകൊണ്ട് ഇതുണ്ടായി. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന്, 65 ലക്ഷത്തിലധികം മനുഷ്യർ ബീഹാറിലെ ഇലക്ട്രൽ റോളിൽ നിന്ന് വെട്ടിമാറ്റപ്പെട്ടു. അപ്പോൾ നമുക്ക് ആർക്കും അതിനകത്ത് ഒരു അസ്വാഭാവികതയും തോന്നുന്നില്ലെങ്കിൽ അത് വളരെ നമ്മളൊരു മനുഷ്യരെന്നുള്ള നിലയിൽ, ജനാധിപത്യവാദികൾ എന്നുള്ള നിലയിൽ നമ്മൾ എവിടെ നിൽക്കുന്നു എന്ന് നമ്മൾ ഓരോരുത്തരും സ്വയം ആലോചിക്കേണ്ടതാണ്. എങ്ങനെയാണ് അത് സംഭവിക്കുന്നത്? മരണം കുറച്ച് സംഭവിച്ചിട്ടുണ്ടാവാം. ഇത്രയധികം വോട്ടർമാർ വെട്ടിമാറ്റപ്പെട്ടു. അവരെല്ലാം പാകിസ്ഥാനികളും ബംഗ്ലാദേശികളും ആയതുകൊണ്ടാണോ? അവരെല്ലാം നുഴഞ്ഞുകയറ്റക്കാരായതുകൊണ്ടാണോ? ഈ വോട്ടർമാരൊക്കെ പങ്കുവച്ചിട്ടാണ് NDA വളരെ MP-മാർ ജയിച്ചത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ. ഇലക്ട്രൽ റോൾ എന്ന് പറയുമ്പോൾ സ്വയം നവീകരിക്കുന്ന ഒരു സംഗതിയാണല്ലോ. ഓരോ വർഷവും നവീകരിക്കപ്പെടുന്ന ഒന്നാണ്. അപ്പോൾ എങ്ങനെയാണ് വോട്ടർമാരെ സാധാരണ ഈ പ്രക്രിയയിൽ പങ്കാളിയാക്കാൻ മെനക്കെടേണ്ടുന്ന ഒരു ഇലക്ഷൻ കമ്മീഷൻ അതിന് പകരം പക്ഷേ വോട്ടർമാരെ എങ്ങനെ പുറത്താക്കാം എന്ന ഒരു ഗവേഷണം നടത്തുകയും ആ പരീക്ഷണത്തിൽ അവർ നല്ലതുപോലെ വിജയിക്കുകയും ചെയ്തു.
അത് കണ്ടറിഞ്ഞുകൊണ്ട് ഒരു ചെറിയ പരിധി പോലെ ഇടപെടാൻ സാധിച്ചു. പക്ഷേ ഗ്രാമങ്ങളിലെ സംഘടനാ സംവിധാനം പലയിടത്തും വളരെ ശക്തമല്ല. ഈ കോൺഗ്രസ് എന്നൊക്കെ പറയുന്നത് ഈ തരംഗം ഉണ്ടാക്കാനും ഇവിടെ വന്ന് നമുക്കെതിരെ മത്സരിക്കാൻ കാണിക്കുന്ന ആവേശമൊന്നും ബീഹാറിലെ ഗ്രാമങ്ങളിൽ കാണിക്കുന്ന ഒരു പാർട്ടിയല്ല അവർ. ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും തന്നെ CPI മത്സരിക്കുന്ന സീറ്റിൽ ബീഹാറിലും ക്യാമ്പയിന് പോയി. ഇരിക്കട്ടെ, അവരുടെ സ്വന്തം കാര്യമാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ അതിനൊന്നും കണക്കായ സംഘടനാ സംവിധാനങ്ങളല്ല പലയിടത്തും ഉള്ളത്. അപ്പോൾ 65 ലക്ഷം മനുഷ്യർ വെട്ടിമാറ്റപ്പെട്ടു. BJP ഒഴികെ എല്ലാ പാർട്ടികൾക്കും അതിനകത്ത് ആശങ്കയുണ്ടായി. അത് ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. ഈ സ്വതന്ത്രാനന്തര ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയധികം വോട്ടർമാർ വെട്ടിമാറ്റപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ടാകുന്നത്. ഇത് മറ്റ് സംസ്ഥാനങ്ങളിൽ ആവർത്തിക്കുമെന്നുള്ള ആശങ്കയിലാണ് നമ്മൾ നിൽക്കുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ തെരഞ്ഞെടുപ്പിൻ്റെ പ്രഖ്യാപനത്തിൻ്റെ തലേ ദിവസം തന്നെ അക്കൗണ്ടുകളിലേക്ക് കൊടുത്ത 10,000 രൂപയാണ് സ്ത്രീകൾക്ക്. 10,000 രൂപ എന്ന് പറയുമ്പോൾ ഒരു ചെറിയ തുകയിലാണെന്ന് നമുക്കറിയാം. 500 രൂപ ഒക്കെ കണ്ടാൽ അന്താളിച്ച് നിൽക്കുന്ന വലിയൊരു സമൂഹമുള്ള സ്ഥലമാണ് ബീഹാർ. ഞാനൊരു ജനതയെ അങ്ങനെ ചെറുതാക്കാൻ വേണ്ടി പറയുന്നതല്ല, പക്ഷെ ഒരു മാറ്റർ ഓഫ് ഫാക്റ്റാണ് നമ്മുടെ ഗ്രാമങ്ങളിലൊക്കെ പോകുമ്പോൾ. അപ്പോൾ അവരുടെ അക്കൗണ്ടുകളിലേക്കാണ് 1 കോടിയിലധികം 1.25 കോടിയോളം ആളുകളുടെ അക്കൗണ്ടിലേക്കാണ് നേരിട്ട് 10,000 രൂപ പോകുന്നത്. അപ്പോൾ മറ്റൊരു വിഷയം അവിടെ ഇല്ല. സ്വാഭാവികമായിട്ടും അത് വളരെ നന്നായി തന്നെ സ്ത്രീകളെ സഹായിച്ചു എന്ന് വേണം നമ്മളിപ്പോൾ ഈ ഘട്ടത്തിൽ കണക്കാക്കാൻ. പിന്നെ അതൊരു നഗ്നമായ അഴിമതിയാണ്. നമ്മൾ പല ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും ഈ പാർട്ടികൾ, നമ്മുടെ പാർട്ടികൾ ഒഴികെ, ഈ വോട്ടർമാർക്ക് പത്രത്താളിലും ഒക്കെ വെച്ച് കൈക്കൂലി കൊടുക്കുന്ന കേട്ടിട്ടുണ്ട്. രാവിലെ ഒരു പത്രം വീട്ടിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഉള്ളിൽ വോട്ടർമാർക്ക് ഓരോരുത്തർക്കും ആളൊന്നുക്ക് പൈസ കൊടുക്കുന്നു എന്നത് നമ്മൾ പലപ്പോഴും വായിച്ചിട്ടുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. ഇത് പക്ഷേ അതിനേക്കാൾ വെല്ലുന്ന വളരെ പരസ്യമായ ഒരു ഭരണകൂട അഴിമതി നടത്തുന്ന സാഹചര്യം ഉണ്ടായി. ഇതൊക്കെ സൃഷ്ടിച്ച ഒരു സാഹചര്യമാണ് ഒരു ട്രെൻഡൊന്നും ഇല്ലാതിരുന്നിട്ടും ഈ അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും ഗൗരവമായി നമ്മൾ എടുക്കേണ്ടത് SIR ആണ്. ബീഹാറിലെ മാർജിൻ എന്ന് പറയുന്നത് സാധാരണ 1% താഴെയൊക്കെയാണ് സാധാരണ ഉണ്ടാകുന്നത്. ഇപ്പോൾ ഈ ഒരു മാർജിനിലേക്ക് വരുന്ന ഒരു ഘടകം ഉണ്ടായി. പിന്നെ ഒവൈസി, ഒരു മുസ്ലിം ഫണ്ടമെന്റലിസ്റ്റ് പാർട്ടി, പ്രശാന്ത് കിഷോറിൻ്റെ പാർട്ടി, ഇങ്ങനെയുള്ള ഘടകങ്ങളെല്ലാം കൂടെ ചേർന്നുകൊണ്ട് ഒരു 10-80 സീറ്റുകളിലുള്ള സാധ്യത നശിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഇത് പല ഘടകങ്ങളുടെ ഒരു പ്രതിഫലനമായിട്ടാണ് ഈ ഫലം വന്നിരിക്കുന്നത്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഈ തെരഞ്ഞെടുപ്പ് ഫലം നമ്മളെ നിരാശരാക്കുന്നില്ല. SIRന് എതിരെയുള്ള, ഞാനിപ്പോൾ സീറ്റ് കിട്ടാത്തതിൻ്റെ ജാള്യതയോ പ്രയാസമോ മറച്ചു വെക്കുന്നില്ല, കാരണം അതൊരു സ്വാഭാവികമായി ശരിയായ കാര്യമായിരിക്കില്ല. പക്ഷേ ഇത് വോട്ട് ചോരി ആരോപണം സംബന്ധിച്ച് കൂടുതൽ ആളുകളെ അണിനിരത്തുന്നതിന്, കാരണം ഒരാളും പ്രതീക്ഷിക്കാത്ത ഈ സാഹചര്യം സൃഷ്ടിച്ചതിനെതിരെയുള്ള പോരാട്ടം വരും ദിവസങ്ങളിൽ ശക്തിപ്പെടും. ഈ വിജയത്തിൻ്റെ ഒരു ഉന്മാദം അല്ലെങ്കിൽ ഇതിൻ്റെ അജീർണം NDA സംഘപരിവാര ക്യാമ്പുകളെ കൂടുതൽ പ്രതിരോധത്തിലാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ബീഹാറിൻ്റേത് സ്വാഭാവികമായിട്ടും നമ്മളെ നിരാശപ്പെടുത്തേണ്ട ഒന്നല്ല, നമ്മളെ വർദ്ധിത വീര്യത്തോടു കൂടി നമ്മുടെ പോരാട്ടം ശക്തിപ്പെടുത്തേണ്ട ഒരു പുതിയ സാഹചര്യം സൃഷ്ടിച്ചിരിക്കുന്നു എന്നാണ് ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കുക. പിന്നെ പരിശോധിക്കേണ്ട ധാരാളം കാര്യങ്ങൾ, ടാക്ടിക്കുകൾ, സമീപനങ്ങളൊക്കെ ഉണ്ട്. അത് വേറെ നമ്മൾ പരിശോധിച്ച് ശക്തമായി മുന്നോട്ട് പോകുന്നതിനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കും. അതാണ് ഈ ഘട്ടത്തിൽ എനിക്ക് പറഞ്ഞു വെക്കാനുള്ളത്. നന്ദി.